The only team to beat PSG. എന്തായാലും PSG ബാഴ്സലോണയെ അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ പോയി പരാജയപ്പെടുത്തി. ഞാനിങ്ങനെ ചിരിക്കാൻ വേറൊരു കാരണമുണ്ട്. കാരണം വേറൊന്നുമല്ല, ബാഴ്സലോണയും PSG നമുക്കറിയാം, ഇവർ രണ്ടുപേരും ഹൈ ലൈൻ ഡിഫൻസ് ഫോളോ ചെയ്യുന്ന ടീമാണ്. കഴിഞ്ഞ സീസണിൽ പിച്ച് ആൻഡ് പെർഫെക്റ്റ് രണ്ട് ടീമും കിഡിലനായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് അവർ എക്സ്പോസ്ഡ് ആയത്. അപ്പോൾ ഈ ഒരു രണ്ട് ടീം തമ്മിലുള്ള പോരാട്ടം വളരെ പ്രോപ്പറായിട്ട് ഹൈലൈൻ ഡിഫൻസ് ഫോളോ ചെയ്യുന്ന ടീമാണ് രണ്ട് ടീമും. ആൻഡ് ലൂയിസ് എൻട്രിക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ കൊണ്ടുപോയ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഡിഫൻസിബിളും കൊണ്ടുപോകുന്നത്. പക്ഷേ ഹാൻസ് ഫ്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്മെൻറ്റ് വരുത്തിയിട്ട് അങ്ങനെയാണ് ആ ഒരു ഡിഫൻസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ അറ്റാക്കേഴ്സും കിട്ടിലാണ് ലമീൻ യമാൽ, പിന്നെ അതുപോലെ തന്നെ ലെവൻഡോസ്കി, ഫെറാൻ ടോറസ്, റാഷ്ഫോർഡ്, അങ്ങനെ കുറേ ഒരു അറ്റാക്കുള്ളൊരു ബാഴ്സലോണയും. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ വിറ്റീന്യ, പിന്നെ അതുപോലെ തന്നെ ബാർക്കോള, എംബായെ, അമയൂളു. പിന്നെ വേറെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടീമിൻ്റെയും ഇഞ്ചുറി ഇഷ്യൂസ്. ഓക്കെ, PSG ആണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ അറ്റാക്കിനെ അവർക്ക് കൊണ്ടുവരാനേ പറ്റിയിട്ടില്ല. ഓക്കെ, കുച്ചേ കൊരെറ്റ്സ്കേലിയെ, ദെസേരെ ദുവെ, ഉസ്മാൻ ഡെമ്പലെ, അവരുടെ മെയിൻ ഫ്രണ്ട് ത്രീ ആണ് ആക്ച്വലി. അതില്ല, അത് കംപ്ലീറ്റ്ലി ഇഞ്ചുർഡ് ഔട്ടാണ്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PSG ബി ടീമുമായിട്ട് പരാജയപ്പെട്ടു ബാഴ്സലോണ എന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, നമ്മൾ ബാഴ്സലോണ ഓഡിയൻസ് ഇപ്പോൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, അതൊരു സത്യമാണ്. PSG കഴിഞ്ഞ മാച്ചിൽ കളിച്ച് വിജയിച്ച് തന്നെയാണ്, അതും പിള്ളേരെ വെച്ച്. ഓക്കെ, ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, ബാഴ്സലോണക്ക് ചാൻസ് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ PSG അത് വളരെ പ്രോപ്പറായിട്ട് ഡിഫെൻസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, ബാഴ്സലോണ നമുക്കറിയാം അവരുടെ ഇഞ്ചുറി ഇഷ്യൂസ്. റാഫീനിയക്ക് ഇഞ്ചുറി ഭയങ്കരമായിട്ടുണ്ട്, അദ്ദേഹം ഔട്ടാണ്. അവരുടെ മെയിൻ ഗോൾ കീപ്പറായിട്ടുള്ള യുവാൻ ഗാർസിയ ഔട്ടാണ്. ബട്ട് ഷെസ്നിയെ നമുക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് കാണാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിൽ ത്രൂ ഔട്ട് ബാഴ്സലോണയെ ക്യാരി ചെയ്തത് ഷെസ്നിയാണ്. സോ അദ്ദേഹം തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ ബാൾഡേക്ക് ചെറിയ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ മെയിൻ ഇഞ്ചുറി ആയിട്ട് പോയ ഒരാൾ, ബാഴ്സലോണ മെയിൻ 11 ഇഞ്ചുറി ആയിട്ട് പോയ ഒരാളില്ല. പിന്നെ ഗേവിയാണ്. ഗേവി പലപ്പോഴും സബ്ബൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. മെയിൻ അവരുടെ മിഡ്ഫീൽഡേഴ്സ് ഉള്ളത് ഒന്ന് ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയും തന്നെയാണ്. അവർ തന്നെയാണ് മെയിനായിട്ട് ഹാൻസ് ഫ്ലിക്ക് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ ബാഴ്സലോണയുടെ ഒരു ഇഞ്ചുറി ഇഷ്യൂ. രണ്ട് ടീമും ഇഞ്ചുറി ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ചെയ്യുന്നൊരു ടീം തന്നെയാണ്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ട് ടീമിൻ്റെയും ബാലൻസ് ഇഷ്യൂ വല്ലപോലെ ഉണ്ട്. പക്ഷേ PSG എന്താ പറയുക, അവരുടെ കുറച്ചും കൂടി സിസ്റ്റം പിച്ച് ആൻഡ് പെർഫെക്റ്റാണ്. ഓക്കെ, ബാഴ്സലോണയുടെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ PSG പിച്ച് ആൻഡ് പെർഫെക്റ്റ്. അതുകൊണ്ടാണ് അവിടെ ഏത് പ്ലെയറിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും, അല്ലെങ്കിൽ ലൂയിസ് എൻട്രിക്കയുടെ വേ ഓഫ് പ്ലേയിങ്ങിന് പറ്റിയ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു കോച്ചിങ് ടെക്നിക്കിന് പറ്റിയ ഏത് പ്ലെയറെ കൊണ്ടുപോയിട്ടാലും ആ ഒരു ടീം പിച്ച് ആൻഡ് പെർഫെക്റ്റ് ആവുന്നത്. ഓക്കെ, PSG വെറുതെ അല്ല അവരെ ഒരു മാസ്റ്റർ ക്ലാസ് ടീം എന്നൊക്കെ വിളിക്കുന്നത്. ഔട്ട് ക്ലാസ് ചെയ്തു. നമ്മളിപ്പോൾ എന്താ പറയുക, ഇവരെ ഡിസ്ട്രോയ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു തുരത്തി വിട്ടിട്ടുണ്ട്. ഓക്കെ, ബാഴ്സലോണയെ. അതായത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-1 നിൽക്കേണ്ട ഒരു സ്കോറല്ല PSG സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. കാരണം PSG ആ ഒരു ബാർക്കോളക്കും എംബായേക്കും, പിന്നെ അതുപോലെ അമയൂളുക്ക് പിന്നെയും കുഴപ്പമില്ല. ബാർക്കോളക്കും എംബായേക്കും ഒരു ഫിനിഷിങ് കാപ്പബിലിറ്റി കുറവായതുകൊണ്ടാണ് ആക്ച്വലി 2-1 ആയത്. അല്ലെങ്കിൽ 2-1 നിൽക്കേണ്ട ഒരു സ്കോർ അല്ല. ഓക്കെ, വിറ്റീനിയക്ക് ഈ ഒരു മാച്ചിൻ്റെ മുമ്പ് വരെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അദ്ദേഹം ട്രെയിനിങ് ഒന്നും നടത്തിയിട്ടില്ല, ഡയറക്റ്റ് മാച്ചിലോട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സോ പക്ഷേ അതൊരു പെർഫെക്റ്റ് ഐഡിയ ആയിരുന്നു. വിറ്റീനിയ എത്രത്തോളമാണ് കഴിഞ്ഞ മാച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു വിറ്റീനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ മാർക്കിന്യൂസ് ഇല്ല, അതിന് പകരം സെവായോട് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എത്രത്തോളം കിഡ്ലൈനായിട്ട് ആ ഒരു PSG കളിച്ചു എന്ന് ഞാൻ പറയണ്ടല്ലോ. എന്തായാലും മാച്ചിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പർ PSG ശെവിലിയാറായിരുന്നു. റൈറ്റ് ബാക്കിൽ നമ്മുടെ ഹക്കീമി, ലെഫ്റ്റ് ബാക്കിൽ ന്യൂനോ മെൻഡസ് അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. എന്നാ ബേസ്റ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്നത്. ഒരു കൂണ്ടേക്ക് രണ്ടാളെ ഫേസ് ചെയ്യണം കഴിഞ്ഞ മാച്ചിൽ ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ. ഒന്ന് എംബായെയും പിന്നെ അതുപോലെ തന്നെ ന്യൂനോ മെൻഡസിനെയും. ഇവർ രണ്ടുപേരും ഫേസ് ചെയ്യണം. എംബായെ മാത്രം ഫേസ് ചെയ്താൽ പോരാ. ഓക്കെ, അതായിരുന്നു കൂണ്ടേക്ക് കഴിഞ്ഞ മാച്ചിൽ ആ ഒരു തലവേദന ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ന്യൂനോ മെൻഡസും അഷ്റഫ് ഹക്കീമും പിന്നെ പാച്ചോയും സെവനല്ല അങ്ങനെ എന്തോന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ ഒരു മുടിയുള്ള ഒരു പ്ലെയർ. ഓക്കെ, മാർക്കിന്യോസിനെ സബ്ബായിട്ട് ഇറങ്ങി. അദ്ദേഹമായിരുന്നു ആ ഒരു കീപ്പിംഗ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ മിഡ്ഫീൽഡറായിട്ട് വിറ്റീനിയ ആ ഒരു DM മിഡ്ഫീൽഡ്, പിന്നെ ഫാബിയൻ റൂയിസും സിയറി ആംബ്രയും. PSG കഴിഞ്ഞ മാച്ചിൽ ആകെ ഒരു വീക്ക് ഉണ്ടായിരുന്നത് സിയറി ആംബ്രി ആയിരുന്നു. ആ ഒരു 20 വയസ്സ് മാത്രം പ്രായമുള്ള ഹാവോ നവാസിനെ ഇറക്കിയില്ല. അദ്ദേഹത്തിന് ചെറിയൊരു ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ PSG അറ്റാക്ക് ആ ഒരു ഉസ്മാൻ ഡെമ്പലയുടെ പൊസിഷനിൽ അമയൂളും, ലെഫ്റ്റിൽ ബാർക്കോളയും റൈറ്റിൽ എംബായയുമായിരുന്നു PSG ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ ഷെസ്നി ഗോൾ കീപ്പറായിട്ട്, പിന്നെ എറിക് ഗാർസിയും കുവാർസിയും സെൻറ്റർ ബാക്കായിട്ട്, ലെഫ്റ്റിൽ ജെറാത്ത് മർട്ടിനും റൈറ്റിൽ കൂണ്ടയും, ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയും മിഡ്ഫീൽഡിൽ,
ഓൾമോ സെൻട്രൽ, ലെഫ്റ്റിൽ റാഷ്ഫോർഡ്, റൈറ്റിൽ യമീൻ യമാൽ, മുമ്പിൽ ഫെറാൻ ടോറസ്, ലെവൻഡോസ്കിയെ സബ്ബായിട്ടാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. ഒരു തുടക്കം ഒരു 20-30 മിനിറ്റ് ബാഴ്സലോണയായിരുന്നു കംപ്ലീറ്റ് അറ്റാക്ക്. അത് രണ്ടുപേരും ഹൈലൈൻ ഡിഫൻസ് ഫോളോ ചെയ്യുന്നതായതുകൊണ്ട് ആദ്യം അത് പൊളിച്ചത് ബാഴ്സലോണയാണ്. ഓക്കെ, അവരുടെ അറ്റാക്കിലൂടെ നല്ല ഇൻറ്റൻസിറ്റിയിലായിരുന്നു ബാഴ്സലോണ തുടങ്ങിയത്. പക്ഷേ ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇൻറ്റൻസിറ്റി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു PSG. ഓക്കെ, ആ ഒരു ഇൻറ്റൻസിറ്റി തന്നെ കളഞ്ഞു. ആ ഒരു 70 മിനിറ്റിന് ശേഷമൊക്കെ കളി കണ്ടവർക്കറിയാം PSG എത്രത്തോളമാണ് ആ ഒരു പ്രസ്സിങ്ങിലൂടെ ബാഴ്സലോണയുടെ കയ്യിൽ നിന്നും ബോൾ മേടിച്ചത് എന്നുള്ളത്. PSG 5 പേരൊക്കെ നിന്ന് പ്രസ് ചെയ്യായിരുന്നു. അവർക്ക് കോൺഫിഡൻസ് ആയിരുന്നു അവർ ആ ഒരു രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളത്. വളരെ കോൺഫിഡൻസ് ആയിരുന്നു, കാരണം അത്രയും ചാൻസ് അവർക്ക് കിട്ടിയിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ എനിക്ക് തോന്നുന്നു ലമീൻ യമാലിൻ്റെ ഒരു ട്രിവേല ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ട്രിവേല ഫെറാൻ ടോറസിന് കൊടുത്തു. ഫെറാൻ ടോറസ് ഗോൾ കീപ്പറേയും മറികടന്ന ഒരു ഷോട്ട് എടുത്തു. പക്ഷേ ആ ഒരു ഫെബിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫൻഡർ, ആ ഒരു മുടിയുള്ള ആ ഒരു ഡിഫൻഡർ ആ ഒരു ബോൾ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, അതൊരു മാസ്റ്റർ ക്ലാസ് ബ്ലോക്കായിരുന്നു. ഗോൾ ലൈൻ സേവ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ അവിടെ അത് തടയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാഴ്സലോണയുടെ ഒരു അറ്റാക്ക് വരുന്നു. പെഡ്രിൽ നിന്നും ലമീൻ യമാലിന് കൊടുക്കുന്നു. ലമീൻ യമാൽ നേരെ റാഷ്ഫോർഡിന് കൊടുക്കുന്നു. റാഷ്ഫോർഡ് നേരെ അത് ഫെറാൻ ടോറസിന് കൊടുക്കുന്നു. ഫെറാൻ ടോറസ് ആ ഒരു ഷോട്ട് എടുക്കുന്നു, ഗോളാവുന്നു. പെട്ടെന്ന് അത് കണ്ടപ്പോൾ നമ്മൾ ഓഫ് സൈഡ് ആണെന്ന് ചോദിച്ചു. പക്ഷേ ബാഴ്സലോണ PSG ആ ഒരു ഹൈലൈൻ ഡിഫൻസ്, ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് കംപ്ലീറ്റ്ലി പൊളിച്ച് കളഞ്ഞിട്ടാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1-0 എന്നുള്ളൊരു സ്കോർ മുന്നിലെത്തി. ഇത് ബാഴ്സലോണയുടെ ഹോം മാച്ചാണ് കേട്ടോ. ബാഴ്സലോണയുടെ ഹോം മാച്ചിൽ കോൺസിക്യൂട്ടീവായിട്ട് 3 തവണ ചാമ്പ്യൻസ് ലീഗിൽ ജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് PSG ആണ്. ഓക്കെ, വേറെ ഒരു ടീമുമില്ല. അതിന് മുമ്പത്തെ പ്രാവശ്യം നമുക്കറിയാം 4-1 സ്കോറായിരുന്നു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ. അതിന് മുമ്പത്തെ പ്രാവശ്യം ക്യാമ്പ് നൗവിൽ നമുക്കറിയാം 4-1 എന്നുള്ളൊരു സ്കോറായിരുന്നു. ഇപ്പോൾ 2-1. ഓക്കെ, ചാമ്പ്യൻസ് ലീഗിൽ PSG എന്ന് പറയുന്നത് ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒരു നൈറ്റ് മെയറായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഒരു സമയത്ത് നേരെ തിരിച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ അങ്ങനെ കളി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാഴ്സലോണ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ PSG അവരുടെ അറ്റാക്കിൽ ഒരു ഷിഫ്റ്റ് വരുത്തി. കാരണം PSGയുടെ അറ്റാക്കുകളൊന്നും ഒരു ഇമ്പാക്റ്റായി വരുന്നില്ലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം, അതായത് 20-30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ബാർക്കോളയും എംബായയും അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അവർ രണ്ടുപേരും ബാർക്കോളയെ റൈറ്റിലോട്ടും എംബായെ ലെഫ്റ്റിലോട്ടും ഇട്ട സമയത്ത് അറ്റാക്ക് വരാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ന്യൂനോ മെൻഡസും കുറച്ചും കൂടി ബേസ്റ്റ് ആവാൻ തുടങ്ങി. അദ്ദേഹം കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി. ലമീൻ യമാൽ അവിടെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലമീൻ യമാലിനെ ആദ്യം എനിക്ക് തോന്നുന്നു ലമീൻ യമാൽ ന്യൂനോ മെൻഡസിനെ ബീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ബോക്സിൽ നിന്നൊക്കെ ഒരു ക്ലിയർ ടാക്കിൾ ഉണ്ടായിരുന്നു ന്യൂനോ മെൻഡസിൻ്റെ വക. ഓക്കെ, അതൊക്കെ ഒരു കിടിലൻ അറ്റാക്കുകളായിരുന്നു. പക്ഷേ ന്യൂനോ മെൻഡസ് അതൊക്കെ തടഞ്ഞു കളഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, എംബായും ബാർക്കോളി അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത സമയത്ത്, സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ എംബായും ബാർക്കോളി അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത സമയത്ത് തന്നെ പിന്നെ PSG അറ്റാക്കുകൾ തുടങ്ങി. പിന്നെ ബാഴ്സലോണക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പക്ഷേ രണ്ട് ടീം ഒരു കാം കളികളാണ്. പക്ഷേ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള അറ്റാക്കുകളായിരുന്നു രണ്ട് ടീമും നടത്തിയിട്ടുണ്ടായിരുന്നത്. ലമീൻ യമാലിൽ രണ്ട് ട്രിവേല ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഹാഫിലാണ് പിന്നെ ആ ഒരു PSG ഫസ്റ്റ് ഗോൾ വന്നത്. ന്യൂനോ മെൻഡസിൻ്റെ ഒരു കിഡിലൻ അറ്റാക്ക്. ആ ഒരു ബോൾ നേരെ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് അമയോലിന് കൊണ്ടുപോയി കൊടുക്കുന്നു. അമയോലി ആ ഒരു ഗോൾ നേരെ ബോക്സിലോട്ട് എടുക്കുന്നു, അടിക്കുന്നു, ഗോളാവുന്നു. 1-1 ഒരു സ്കോറായിട്ട് മാറി. ഓക്കെ, അവിടെ ഈക്വലൈസ് ചെയ്തു. അപ്പോൾ തന്നെ PSG കയ്യിലായിട്ടുണ്ട്. ഗെയിമിൻ്റെ ആ ഒരു കൺട്രോൾ PSG കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് പിന്നെ തുടരെ PSG അറ്റാക്കുകളായിരുന്നു. ലമീൻ യമാലിൻ്റെ ഒരു ട്രിവേല ഉണ്ടായിരുന്നു, അത് നേരെ ഫെറാൻ ടോറസിന് കൊടുത്തു. ഫെറാൻ ടോറസ് നേരെ അത് റാഷ്ഫോർഡിന് കൊടുത്തു. റാഷ്ഫോർഡിന് കൊടുത്തപ്പോൾ ആ ഒരു ബോൾ മറ്റേ PSG ഡിഫൻഡർ ക്ലിയർ ചെയ്തു. നേരെ ഓൽമോൻ്റെ കയ്യിലിട്ടി. ഓൽമോ ഒരു പവർഫുൾ ഷോട്ട് അടിച്ചു, പക്ഷേ അത് ഹക്കീമി സേവ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ഗോൾ ലൈൻ സേവാണ്, അത് നമ്മൾ ഓർക്കണം. PSG ഡിഫൻസ് സോളിഡ് റോക്ക് പോലെയായിരുന്നു, മാർക്കിന്യൂസ് ഇല്ലെങ്കിലും. ഓക്കെ, പിന്നെ PSG ഭാഗത്തു നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഫാബിയാൻ റൂയിസിനെ വിളിച്ച് ലാക്കിംഗ് ലീനെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ലീ ഒരു എന്താ പറയുക, ലെവൻഡോസ്കിയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നും വിറ്റീനൊക്കെ ഒരു ബോൾ കിട്ടി. എംബായൊക്കെ ഒരു ബോൾ കിട്ടി. എംബായ നേരെ ലീ കൊടുക്കുന്നു. ലീ അതൊരു ഷോട്ട് എടുക്കുന്നു, ഒരു റൈറ്റ് സൈഡിലോട്ട് ഒരു ഷോട്ട് എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് പോസ്റ്റുമ തട്ടി പോകുന്നു. ഷെസ്നി വീറ്റിനായി പക്ഷേ പോസ്റ്റുമ തട്ടി പോകുന്നു. അവിടെ തന്നെ ബാഴ്സലോണ ഒന്ന് വിറച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു PSG ഇങ്ങനെ അവസാനത്തേക്ക് നിന്ന് വെയിറ്റ് ചെയ്യുന്ന ഇവന്മാർ അവസാനം കൊണ്ടുപോയി ഹാർട്ട് ബ്രേക്ക് ചെയ്യാം, അങ്ങനെ കാത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 90ാമത്തെ മിനിറ്റ് അങ്ങോട്ട് അടുത്ത സമയത്ത് വിറ്റീനിയ ഒരു ബോൾ അഷ്റഫ് ഹക്കീമിലോട്ട് കൊടുക്കുന്നു. അഷ്റഫ് ഹക്കീമി നേരെ പോകുന്നു. ബാഴ്സലോണയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈലൈൻ ഡിഫൻസ് ഇങ്ങനെ നിൽക്കുക. നിങ്ങളുണ്ട്, ഞങ്ങൾ ഓഫ് സൈഡ് ട്രാപ്പിലെ പെടുത്തും എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ഹക്കീമി കുറച്ച് മുന്നിലാണ് ബോളുണ്ടായി. ഗോൺസാലോ റാമോസിൻ്റെ ബാക്കിലോട്ടാക്കി. ഗോൺസാലോ റാമോസ് ഇറങ്ങിയിരുന്നു കേട്ടോ എംബായൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. ഗോൺസാലോ റാമോസ് അപ്പോൾ എന്തായി, ബോളിൻ്റെ ബാക്കിലായി.
അപ്പോൾ അഷ്റഫ് ഹക്കീമി ബോൾ കൊടുത്ത സമയത്ത് ഗോൺസാലോ റമോസ് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തു. ബോളിൻ്റെ ബാക്കിലാണ് ഓഫ് സൈഡ് ട്രാപ്പ് പൊളിഞ്ഞു. അതാണ് ആക്ച്വലി സംഭവിച്ചത്. ആ സമയത്ത് അൻസിപ്പിക്കിൻ്റെ റിയാക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഓഫ് സൈഡ് ട്രാപ്പൊക്കെ അമ്പാടെ പൊളിഞ്ഞ് പാളീസായി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അതൊരു ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബാഴ്സലോണയുടെ ഓഡിയൻസ് ഞാൻ പറയാനുള്ളത് അടങ്ങുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം ഔട്ട് ക്ലാസ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് വിട്ടുപോയി. ഓക്കെ, അത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, രണ്ടിലും ഒതുങ്ങണ്ടല്ല. PSG അറ്റാക്കേഴ്സിന് ഇപ്പോൾ വല്ല ഒസ്മാൻ ഡെമ്പലെ ദസേര ദുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ പോയേനെ. ടു ബി ഫ്രാങ്ക് പറയാലോ, കൊരറ്റ്സ്കേലി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ചിലപ്പോൾ മേ ബി പോയേനെ. എന്തായാലും 2-1 സ്കോറിന് പരാജയപ്പെട്ടു. ബാഴ്സലോണയ്ക്ക് ഇനിയും മാച്ചസ് ഉണ്ട്. ഇനി ചെൽസിയുമായിട്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അവിടെ പോയൊരു കളിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PSG ഈ ഒരു അറ്റാക്കിങ്ങിനെ ഈ ഒരു നല്ല രീതിയിൽ കൗണ്ടർ ചെയ്തത് ചെൽസി മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും യാഥാർത്ഥ്യമാണ്. ചെൽസി മാത്രമേ ഉള്ളൂ. ചെൽസി ആ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എൻസോ മാരിസ്കോയുടെ ടീം, അതായത് പാമറിനെ വെച്ച് ആ ഒരു ടീമിനെ ഔട്ട് ക്ലാസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് വിട്ട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ എങ്ങനെയാണ് ഒരു ഐഡിയ ഇല്ല. ഈ ഒരു PSG ഒരു ഐഡിയ ഇല്ല, അടിച്ച് തുരത്തി വിട്ടില്ലേ അന്ന് ക്ലബ് വേൾഡ് കപ്പിൽ. സോ അത് വേറെ ആർക്കും പിന്നെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു PSG ടീമിന് ഒരു മാസ്റ്റർ ക്ലാസ് ടീം തന്നെയാണ്. പക്ഷേ അറിയില്ല, എവിടെയെങ്കിലൊക്കെ ആയിട്ട് പൊട്ടുമായിരിക്കും മേ ബി, അറിയില്ല. ഇപ്പോൾ അങ്ങനെ കിഡ്ലനായിട്ട് തന്നെ ലൂയിസ് എൻറിക്കയുടെ ടീം പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ അവർക്ക് പാളിക്കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ടീമുള്ള മുതലെടുക്കും. ആ ഒരു പാളലിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.